ഹലോ ഗായ്സ്, അങ്ങനെ ഡേ 4 ആയി. ഫസ്റ്റ് പാർട്ട് വീഡിയോ ഞങ്ങൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത ആൾക്കാരാണെങ്കിൽ വീഡിയോ പോയി കാണുക. മൈസൂരിലെ ആ ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങുകയാണ്. ഇന്ന് ഈവനിങ് ഊട്ടിക്ക് പോകും. ബസ്സിലെല്ലാവരും ലഗേജൊക്കെ വെക്കാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. നെക്സ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞങ്ങളെടുത്തത് പൂരി, മസാല ദോശ, ബ്രെഡ് സാൻഡ്വിച്ച്. ആ റെസ്റ്റോറൻറ്റ് അടുത്തൂടെ കാവേരി റിവർ പോകുന്നുണ്ട്. അപ്പം എല്ലാവരും ആ റിവറിൻ്റെ അടുത്തൊക്കെ വന്ന് ഫോട്ടോസൊക്കെ എടുക്കുകയൊക്കെ ആയിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ ബസ്സിൽ കയറി. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ സ്നോ പാർക്കാണ്. ഗായ്സ്, അപ്പോൾ നമ്മൾ മൈസൂരിലെ സ്നോ പാർക്കിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ സ്നോ പാർക്കിനകത്തേക്ക് കയറാൻ പോവുകയാണ്. ഫസ്റ്റ് ടൈമാണ് ഇവിടെ വിസിറ്റ് ചെയ്യുന്നത്. സ്നോ പാർക്ക് അടിപൊളിയായിരുന്നു. -7 ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടെ. അപ്പോൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ ലാസ്റ്റിൽ കൊടുക്കുന്നതായിരിക്കും. സ്നോ സിറ്റിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം മൈസൂർ പാലസിൽ എത്തിയിരിക്കുകയാണ്. മൈസൂർ പാലസ് ഞങ്ങൾ സെക്കൻഡ് ടൈമാണ് വിസിറ്റ് ചെയ്യുന്നത്. നേരത്തെ +2 ടൂർ പോയപ്പോൾ ഈ മൈസൂർ പാലസ് വിസിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇതുവഴിയൊക്കെ ഞങ്ങൾ പാസ് ചെയ്ത് പോയപ്പോൾ ആ മെമ്മറീസിലൂടെയൊക്കെ കടന്നുപോയി. ഇപ്രാവശ്യം പോയപ്പോൾ പാലസിനകത്ത് നല്ല തിരക്കൊക്കെ ആയിരുന്നു. അപ്പോൾ പുറത്തിറങ്ങി എല്ലാവരും ഫോട്ടോ എടുപ്പും വീഡിയോ എടുക്കലൊക്കെ ആയിരുന്നു. അപ്പോൾ അതാ ഇവിടെ വർഗീസ് നിൽക്കുന്നു. വർഗീസിനോത്ത്. അതിനുശേഷം ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ കയറിയിരുന്നു. മീൽസ് ആയിരുന്നു ലഞ്ച്. അത് കഴിഞ്ഞ് മൈസൂർ പാക്കൊക്കെ വാങ്ങിച്ചു അവിടെ നിന്ന് തന്നെ. നെക്സ്റ്റ് പിന്നെ ചാമുണ്ഡി ഹിൽസിൽ പോയി. അവിടെയും കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 5 മണിയൊക്കെ ആയതിനു ശേഷം ചാമുണ്ഡി ഹിൽസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ അവിടുന്ന് ഊട്ടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഡാൻസൊക്കെ കളിച്ച് അടിച്ചു പൊളിച്ചാണ് പോകുന്നത്. അങ്ങനെ ഗൈസ്, ഞങ്ങൾ ഫോറസ്റ്റ് കയറാൻ പോവുകയാണ്. ബന്ദിപ്പൂർ. അവിടെ ഒരുപാട് ആനയെ കാണാൻ പറ്റി. നൈറ്റ് ആയതുകൊണ്ട് നല്ല രസമായിരുന്നു. ഫോറസ്റ്റിലൂടെ പോയ ടൈമിൽ ഒത്തിരി ആനയെ കാണാൻ പറ്റി. പിന്നെ കുറേ മാന ഒക്കെ കണ്ടു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ലോങ് ഡ്രൈവിന് ശേഷം ഞങ്ങൾ ഊട്ടിയിലെത്തി. അവിടെ ഡിന്നറിന് ചപ്പാത്തി, പൊറോട്ട, ചില്ലി ചിക്കനൊക്കെ ആയിരുന്നു. ഊട്ടിയിലെ ഹോട്ടലിലെ റൂം ടൂറിലേക്ക് പോകാം. ഇതായിരുന്നു ബെഡ്റൂം. 4 ഷെയറിംഗ് തന്നെയായിരുന്നു ഇവിടെയും. ഊട്ടിയിൽ നല്ല തണുപ്പായിരുന്നു. അതിനെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, അറിയാലോ ഊട്ടിയിലെ തണുപ്പ്. അങ്ങനെ ഡേ 5 ആയി. മോർണിംഗ് ഞങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യണം ഇന്ന്. അങ്ങനെ ഊട്ടിയിലെ ആ ക്ലൈമറ്റൊക്കെ ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ ആ തണുത്ത കാറ്റൊക്കെ ആസ്വദിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. വീണ്ടും അങ്ങനെ ലഗേജൊക്കെ എടുത്ത് ആ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യുകയാണ്. ഇവിടെയായിരുന്നു നമ്മുടെ ഇന്നത്തെ സ്റ്റേ, ഹോട്ടൽ മഹാരാജാസ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഫസ്റ്റ് വിസിറ്റ് ചെയ്യാൻ പോയത് ടീ ഫാക്ടറിയാണ്. ടീ ഫാക്ടറിയിൽ എത്തിയിട്ടുണ്ട്. ടീ ഫാക്ടറി കയറി ഇറങ്ങിയിട്ട് അവിടെ നമുക്ക് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഉണ്ട്. അതിനിടയ്ക്ക് ലിക്കിയ നമ്മുടെ വ്ളോഗിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ടീ പൗഡറൊക്കെ വാങ്ങി. വർക്കീസ്, എഗെയിൻ സായി, എല്ലാവരും നമുക്ക് ഹായ് പറയാൻ വന്നിട്ടുണ്ട്. ടീ ഫാക്ടറി തൊട്ടപ്പുറത്ത് തന്നെയാണ് നമ്മുടെ ചോക്ലേറ്റ് ഫാക്ടറി വരുന്നത്. അപ്പോൾ അവിടെയും കയറി ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങി. അങ്ങനെ ടീ ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് ലേക്കിലേക്കാണ്.
ഗായ്സ്, അപ്പോൾ നമ്മൾ ഊട്ടിയിലേക്കിലെത്തി. ഇവിടെ ഞങ്ങൾ സെക്കൻഡ് ടൈം വിസിറ്റാണ്. നേരത്തെ വിസിറ്റ് ചെയ്തിട്ടുള്ള സ്ഥലം തന്നെയാണ്. അപ്പോൾ ലഞ്ച് കഴിച്ചു. ലഞ്ച് കഴിച്ചതിന് ശേഷം നെക്സ്റ്റ് ബൊട്ടാനിക്കൽ ഗാർഡനിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ ബൊട്ടാനിക്കൽ ഗാർഡനിൽ എത്തിയിരിക്കുകയാണ്. ഊട്ടിയിലെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാക്ക് ടു കോളേജ്. ബൊട്ടാനിക്കൽ ഗാർഡനകത്തൂടെ ഇങ്ങനെ നടന്ന് പൊക്കോണ്ടിരിക്കുകയാണ്. എല്ലാം എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കറങ്ങി കൊടുത്തു. ഇവിടെ നിന്നും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് നടന്ന് വരുന്നുണ്ട്. അപ്പോൾ അച്ഛൻ ഓടി വരുന്നുണ്ട് വീഡിയോയിലേക്ക് കയറാനായിട്ട്. ഫ്രണ്ട് ക്യാമറയാണെന്ന് വിചാരിച്ചാൽ അവൾ ഓടി വന്നത്, പക്ഷേ ക്യാമറ ബാക്കാകും. ഹായ് ഗൈസ്, കിട്ടിയില്ലല്ലേ? ഹലോ. എക്സ്പ്ലോർ ചെയ്തിട്ട് ഇല്ല നിർബന്ധിക്കത്തില്ല. ഞങ്ങളിപ്പോ ബൊട്ടാനിക്കൽ ഗാർഡനിലാണ്. ഇതാണ് നമ്മുടെ ശൗര്യ ഇവര് ശിവയുടെ പുതിയ പപ്പറ്റ്. ഇത് നമ്മുടെ അർച്ചനയുടെ പുതിയ പപ്പറ്റ്. അങ്ങനെ പപ്പറ്റ് കൂടെ നിറഞ്ഞിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ ചിക്കു മിന്നു, ചിക്കു ചിന്നു, അത് ഫേമസ് യൂട്യൂബേഴ്സ്. ഞാൻ വലിയ ഫാനാണ് കേട്ടോ. ഒരു സെൽഫി കിട്ടുമോ? സെൽഫി. താങ്ക് യു സോ മച്ച്. അവിടെ നമുക്ക് ടൈം കുറച്ചേ ഉള്ളായിരുന്നു. ഫുള്ളായിട്ട് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയില്ല. ഞങ്ങൾ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ നമുക്ക് കോളേജിൽ മോർണിംഗ് 5:30 എത്തണം. അതുകൊണ്ട് ഒത്തിരി ടൈമൊന്നും കിട്ടിയില്ല ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും കൂടി റീൽ ചെയ്യാനുള്ളൊരു പ്ലാനിങ്ങിലാണ്. ഞങ്ങളും പോയി ജോയിൻ ചെയ്തിട്ട്. അപ്പോൾ നമ്മുടെ ടൈം കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ ഗാർഡനിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയാണ്. ബൈ ഗൈസ്. ഇപ്പോൾ ഒരു 6 PM ഒക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടുന്ന് കോളേജിലേക്ക് തിരിക്കുകയാണ്. ഞങ്ങൾ പോയതിലും വെച്ച് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു. ഈ ടൂർ പാക്കേജ് സെറ്റ് ചെയ്തത് നമ്മുടെ ഗോഡ് ഫാദർ ഹോളിഡേയ്സ് ടീമായിരുന്നു. ആ ടീമിൻ്റെ ഒപ്പമുള്ള ട്രിപ്പ് അടിപൊളിയായിരുന്നു. ഫുഡാണെങ്കിലും സ്റ്റേ ആണെങ്കിലും എല്ലാം ഒരു രക്ഷയില്ല. അടിപൊളി ടീമായിരുന്നു അവർ. നല്ല രീതിയിലായിരുന്നു ഈ എൻ്റെ ടൂറും അവർ കോർഡിനേറ്റ് ചെയ്തത്. എല്ലാം ഓർഗനൈസ്ഡ് ആയിട്ടാണ് അവരെല്ലാം ചെയ്തത്. ബസ്സിനെ പറ്റി പിന്നെ പറയുകയാണെങ്കിൽ കിട്ടില്ല വണ്ടിയായിരുന്നു. നമ്മുടെ ഡ്രൈവേഴ്സൊക്കെ നല്ല സ്മൂത്തായിട്ടായിരുന്നു വണ്ടി ഓടിച്ചത്. എല്ലാം കൊണ്ട് ഒരു അടിപൊളി ട്രിപ്പായിരുന്നു. ലാസ്റ്റ് നമ്മളെല്ലാവരെയും കൊണ്ട് റിവ്യൂ പറയുമായിരുന്നു. ഹലോ ഗൈസ്, ഒരുപാട് ടൂർ പോയിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈമാണ്. എല്ലാ കാര്യവും ഇതൊക്കെ പറഞ്ഞ പോലെ തന്നെ ഫുഡായാലും സാധാരണ ഓരോ ടൂറൊക്കെ പോകുമ്പോൾ ഫുഡൊക്കെ വളരെ മോശമായിരിക്കും. പക്ഷേ ഇവിടുത്തെ കാര്യം നേരെ ഓപ്പോസിറ്റാണ്. എല്ലായിടത്തും ഫുഡ് അടിപൊളി ഫുഡായിരുന്നു. സ്റ്റേ ചേട്ടാണ് ഈ ഫോട്ടോയും വീഡിയോയും നമ്മുടെ കൂടെ നടന്ന് എത്ര വേണം ഒരു മടിയില്ല. എത്ര വേണം എടുത്തോളും. അത് എല്ലാവരും കൂടെ എല്ലാത്തിനും ഒപ്പം ഉണ്ടായിരുന്നു.
നേരത്തെ പോയിട്ടുള്ള സ്ഥലങ്ങളാണ് ഇതെല്ലാം. ഇത് ഞങ്ങളുടെ എല്ലാം പോയിട്ടുള്ള സ്ഥലങ്ങളാണെങ്കിലും ഇതുപോലൊരു എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈമാണ്. പിന്നെ അന്തര ബാച്ചിനോട് കൂടെയുള്ള നേരത്തെ OEL പോകാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. എന്നാലും ഇത്ര 5 ദിവസം ഇവരുടെ കൂടെയുള്ള എക്സ്പീരിയൻസ് വളരെ നല്ലതായിരുന്നു. നമ്മുടെ ബാച്ച് പൊളിയാണ്, വൈബാണ്, വേറെ ലെവലാണ്. പിന്നെ ആശാമിസ് എല്ലാത്തിനും കൂടെ ഒപ്പത്ത് നിന്ന് പിന്നെ വിഷ്ണു സാറും എല്ലാവരും. അപ്പോൾ ആരെങ്കിലും ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ച് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് ഗോഡ് ഫാദർ ഹോളിഡേയ്സിന് തന്നെ ആയിരിക്കും. കാരണം അത്രയ്ക്ക് നല്ല കിടിലൻ ട്രിപ്പായിരുന്നു ഇത്. അവരുടെ സർവീസ് അടിപൊളിയാണ്. അവർ ഇൻസ്റ്റാ ഐഡിയും കോൺടാക്ട് ഡീറ്റെയിൽസും ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അടുത്തത് ഗോഡ് ഫാദർ ഹോളിഡേയ്സിൻ്റെ ഓണർ അജ്മലേട്ടൻ ഞങ്ങളോടുള്ള എക്സ്പീരിയൻസിനെ പറ്റി പറയുകയാണ്. ടൂറിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ടൂറിൻ്റെ വിജയം എന്ന് പറയുന്നത് നിങ്ങൾ സ്റ്റാഫ് 2 പേരുമാണ്. കാര്യം ആ സ്റ്റാഫ് 2 പേര് ഒന്ന് പിടുത്തം മുറുക്കിയിരുന്നെങ്കിൽ ഈ ടൂറ് നമുക്കിങ്ങനെ ഒരു എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഓട്ടോമാറ്റിക്കലി ഞാൻ ഇവിടെ നിന്ന് ഔട്ടായതിനെ ഒരിക്കലും ഞാനിങ്ങനെ ഒരു ഇൻട്രാക്ഷനോ നിങ്ങളോട് ഇതൊക്കെ ഒരു ടൂറ് വരാൻ തോന്നില്ല. പിന്നെ മെയിനായിട്ട് കാര്യം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എൻ്റെ കോളേജ് ടൂറ് എനിക്ക് ഫീൽ ചെയ്തു. കാര്യം ഞാൻ ബിടെക് പഠിക്കുമ്പോൾ സെക്കൻഡ് ഇയർ 5 ദിവസം, തേർഡ് ഇയർ 7 ദിവസം, ഫൈനൽ 10 ദിവസത്തെ ടൂർ പോയാണ്. അപ്പം എൻ്റെ സത്യം പറഞ്ഞാൽ എൻ്റെ കോളേജ് ലൈഫ് നമുക്ക് മിസ് ചെയ്തു. എനിക്ക് നല്ല നന്ദിയുണ്ട് അവരോടും. അപ്പോൾ അങ്ങനെ മോർണിംഗ് 5:30 ആയപ്പോൾ ഞങ്ങൾ മാക്ഫാസ്റ്റ് കോളേജിലെത്തി.